പാരഡി ഗാന വിവാദം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്ക് പറയുവാനുള്ളത്. അയ്യൻ്റെ സ്വർണം അടിപടലം അടിച്ചു മാറ്റാം, ആ പണി ചെയ്ത അന്തംകമ്മികളെ ചേർത്ത് സംരക്ഷിക്കാം. ശ്രദ്ധ തിരിക്കുവാൻ ആരുടെയെങ്കിലും അടിവസ്ത്രവുമായി വന്ന് മാധ്യമശ്രദ്ധ തിരിക്കാം. എതിർക്കുന്നവർക്കെതിരെ കള്ളക്കേസെടുപ്പിക്കാം, അകത്തിടാം. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ജനങ്ങൾ ഒരു പാരഡി ഗാനമുണ്ടാക്കി അത് വൈറലായാൽ അവർക്കെതിരെ കേസ്. ഇതെവിടെയാണെന്ന് നടക്കുന്നതെന്നറിയാമോ? ഇത് നടക്കുന്നത് കോരൻ വിജയൻ്റെ ചോരള നാട്ടിൽ. മുണ്ടൊടുത്ത ഈ കിങ് ജോങ് ഉന്നിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കനത്ത പരാജയമാണ് നൽകിയത്. എന്നിട്ടും അവനതിൻ്റെ ചൂട് ലഭിച്ചിട്ടില്ല. ഈ തീവട്ടി വിജയൻ ഇറങ്ങിപ്പോകുന്ന ദിനത്തിനായി കേരളത്തിലെ ജനങ്ങൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ഇമാതിരി വിരട്ടലുകൾ വിജയ നിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾ ഈ ഗാനം നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്ക് പറയുവാനുള്ളത് കേൾക്കുക. അല്ല, ഞങ്ങളതിൻ്റെ നിയമപരമായ എത്ര അപകടകരമായിട്ടാണ് ഒരു സിസ്റ്റത്തിനെ മിസ്യൂസ് ചെയ്യുന്നത് എന്നതാണ് ഇതിനകത്തുള്ളത്. ഈ BNSലെ സെക്ഷൻ 299 353 1C 353 1C ഈ രണ്ട് ഒഫൻസാണ് ആഡ് ചെയ്തത്. ഏതെങ്കിലും ഒരു പാട്ട് പാടുകയോ ഒരു എഴുത്ത് ഒരു ലേഖനം എഴുതുകയോ എന്തെങ്കിലും ചെയ്യുന്നിടത്ത് ഏതെങ്കിലും മതസ്വാതന്ത്ര്യത്തിൻ്റെ ഏതെങ്കിലും ക്ലാസിൻ്റെ വിശ്വാസങ്ങളെ അഫക്റ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ പൊതുസമൂഹം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും തന്നെ അതിനെ എതിർക്കും. ഞങ്ങളും അതിനെ പൂർണ്ണമായി എതിർക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കാൻ ഒരിക്കലും തയ്യാറല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കേസ് ഒരാൾ പരാതി കൊടുത്തു എന്നറിയുമ്പോൾ ഞങ്ങൾ ആദ്യം നോക്കിയത് ഇതിൻ്റെ ലിറിക്സാണ്, ഇതിൻ്റെ വേർഡുകൾ എന്തൊക്കെയാണ്. അത് എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. ആ ലിറിക്സിന് ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അതായത് ഔട്ട്റേജിങ് ദ റിലീജിയസ് ഫീലിങ്സ് ഓഫ് എനി ക്ലാസ് ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇതിനകത്ത് ഏത് വാക്കാണ് ഔട്ട്റേജ് ചെയ്തിരിക്കുന്നത്? മറ്റൊന്ന് ഇൻസൾട്ട്സ് ഓർ അറ്റംപ്റ്റ്സ് ടു ഇൻസൾട്ട് ദ റിലിജിയൻ ഓർ റിലീജിയസ് ബിലീഫ്സ്. ഒരു റിലീജിയസ് ബിലീഫിനെയോ റിലീജിയനെയോ ഇൻസൾട്ട് ചെയ്യുന്ന എന്ത് വാക്കാണ് അതിനകത്തുള്ളത്? ഇത് ശരിക്കും ഒരു പ്രാർത്ഥനയാണ്. അയ്യപ്പ സന്നിധിയിൽ നടത്തിയ വലിയ കൊള്ള, ആ കൊള്ള നടത്തിയതിൻ്റെ മേലൊരു പ്രാർത്ഥനയാണ്. ജനസമൂഹം ഒരു പ്രാർത്ഥനയായി ഇത് ഏറ്റെടുത്തു. പ്രാർത്ഥനയായി ഏറ്റെടുത്തപ്പോൾ ആ സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രാർത്ഥനയായ ഒരു ഇത് ആരെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്? അഫക്റ്റ് ചെയ്ത ആളുകൾ അഗ്രീവ്ഡായി. അഫക്റ്റ് ചെയ്തത് കൊള്ളക്കാരെയാണ്. ഇത് ആരാണോ കള്ളക്കടത്ത് നടത്തിയത് അവരെയാണ് അഫക്റ്റ് ചെയ്തത്. ഇനി സാധാരണ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഒരു ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ ഒരു വിഷ്വല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീതം, അത് ഒഫൻസീവാണ് എന്നോ ഏതെങ്കിലും ക്രൈം എടുക്കണമെങ്കിൽ ആദ്യം ഇത് മാറാൻ പറ്റില്ലല്ലോ. എഴുതിയ ലേഖനമോ പാട്ടോ അതിൻ്റെ ഒരു വാക്കുകളും സെൻറ്റൻസും മാറാൻ പറ്റില്ല. പിന്നെ പരാതിക്കാരൻ എന്താ പറയുന്നത്? ഈ എഴുതിയ സാധനം എൻ്റെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അയാൾക്ക് ഒറ്റ റോഡേ ഉള്ളൂ, എൻ്റെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്തു. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്താ നോക്കേണ്ടത്? അയാൾ നോക്കേണ്ടത് ഈ ലേഖനം എടുത്ത് വായിക്കണം, ഇത് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണോ നോക്കണം. എന്നിട്ട് അയാളോട് പറയണം പറ്റില്ല, ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഏത് കോമൺ മാൻ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം അഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് വീണ്ടും ഓപ്ഷനുണ്ട്. അദ്ദേഹത്തിന് ഇതൊരു കോടതിയിലേക്ക് ടേക്കപ്പ് ചെയ്യാം. ഒരു മജിസ്ട്രേറ്റ് കോടതി ചെന്ന് ഒരു CMP ഫയൽ ചെയ്താൽ മജിസ്ട്രേറ്റ് കോടതി പറയണം, അല്ല ഈ പിന്നെ പോലീസ് ഓഫീസർ അത് എടുത്തില്ല, കാരണം അയാൾ പറയുന്നത് ഇതിനകത്ത് ഒഫൻസീവ് അല്ല. കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ കോടതി വേണമെങ്കിലും കേസ് അന്വേഷിക്കാൻ വിടാം. കോടതി അങ്ങനെ വിടില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം ആദ്യം തന്നെ ക്രൈം എടുത്തെടുക്കുക. ഞാനൊരു കാര്യം പറയാം. സുപ്രീം കോടതി 2015 നമ്മുടെ IT ആക്ടിലെ സെക്ഷൻ 66A സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തില്ലായിരുന്നെങ്കിൽ മാധ്യമങ്ങൾക്ക് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒഫൻസീവായി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ പിടിച്ചു അകത്തുകളാണ്. പല കേസുകളും ഞാൻ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 19(1)ആണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെയാണ്. നിങ്ങളൊരു വാർത്ത കൊടുത്തു, ഉദാഹരണത്തിന് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡയറക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അറസ്റ്റുകൾ നടത്തി. ഇതിൻ്റെ വാർത്തകൾ എല്ലാ വാർത്താ ചാനലുകളും കൊടുത്തു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഡിബേറ്റ്സിലും പങ്കെടുത്തു. നമ്മൾ ചർച്ച ചെയ്തു. ഇതെൻ്റെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്തു, കേസാകുമോ?
എങ്ങനെ അത് ആകുന്നത്? ഞാൻ പറഞ്ഞത് മിസ്യൂസ് ടു ദ കോറാണ്. ഞങ്ങളിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കേസിൻ്റെ രീതിയിൽ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിനുള്ള വഴികൾ ഞങ്ങൾ നോക്കണം. ഈ സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ ഒരു നിയമം ഉണ്ടാക്കിയാൽ, ഒരു മൗലികാവകാശം ലംഘിച്ചൊരു നിയമം ഉണ്ടാക്കിയാൽ, ഭരണഘടനയുടെ 13-ാം അനുച്ഛേദത്തിന് വിരുദ്ധമാണെങ്കിൽ, ഏതെങ്കിലും മൗലികാവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ ആ നിയമം സ്ക്രാപ്പ് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇതൊരു മൗലികാവകാശത്തെ തകർക്കുന്ന തരത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുത്താൽ, ആ എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുത്ത ഓഫീസർക്കെതിരെ അവർക്കെതിരെ എന്താണ് ആ നടപടി? ലെജിസ്ലേച്ചറിനെതിരെ നടപടി എടുക്കാം, കാരണം ലെജിസ്ലേച്ചർ നടത്തുന്ന നിയമം സെറ്റ് അസൈഡ് ചെയ്യാം. ഒരു എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 19(1) വയലേഷൻ ആണെന്ന് ബോധ്യത്തോടു കൂടി ഒരു വയലേഷൻ ചെയ്യാം. അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ ആ പ്രൊട്ടക്ഷൻ്റെ പേരിൽ ഇത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്ത് ചെയ്യും? അപ്പം ഞാനിതിൻ്റെ മറ്റുദാഹരണങ്ങളൊന്നുമല്ല. ഇതേ പാട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതേ സ്ഥലത്തിന് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും മുമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ ഒറിജിനൊക്കെ ഭയങ്കര രസമാണ്. ഈ പാട്ടിൻ്റെ ഒറിജിനൽ ശരിക്കും ഒരു ഭക്തിഗാനം. ഇപ്പോൾ ഖുറാൻ്റെ ഒരു വേഴ്സസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഗീതയുടെ ഒരു വേഴ്സസ് എടുക്കുന്നു, ബൈബിളിൻ്റെ ഒരു വേഴ്സസ് എടുത്തിട്ട് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നമുക്ക് ഒഫൻസീവാണെന്ന് പറയാം. ഇതൊരു മുസ്ലിം സ്ഥലത്തോ ഒരു അവരുടെ ഒരു ഭക്തിഗാനം, ഒരു ഭക്തിഗാനം എന്നുള്ള രീതിയിലോ, അത് സിനിമയിൽ വരുന്ന ഭക്തിഗാനമുണ്ട്. ഉദാഹരണത്തിന് 1000 കാതം അകലെയാണെന്നുള്ളത് ഒരു ഭക്തിഗാനത്തിൻ്റെ സ്വഭാവമുള്ള ഒരു സിനിമയിലുണ്ടായിരുന്നു. അതിനകത്ത് മക്കയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇസ്ലാമുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാവുന്ന, ബിലീഫുമായിട്ട് കണക്ട് ചെയ്യാവുന്ന പ്രാക്ടീസാണ്. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതെങ്ങനെയെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സംവിധാനമായി മാറാൻ പാടില്ല. തിരിച്ചറിയാത്തതൊന്നുമല്ല കേട്ടോ ഇത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് അപകടമാണെന്ന് തോന്നി. ഹൈക്കോടതി ഇത് വിടത്തില്ല എന്ന് തോന്നി. ഈ കേസ് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തോന്നി. എന്നാൽ ഇതിൻ്റെ ചർച്ച അവസാനിപ്പിച്ചേക്കാൻ തീരുമാനിക്കാം. ഇത് ലാർജർ ഇഷ്യൂ ആണ്. ഞങ്ങൾ ഒരാൾക്കെതിരെ കേസെടുത്തു, ആ കേസിൻ്റെ ഇഷ്യൂസ് ഒന്നും അല്ല ഏറ്റവും. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഇഷ്യൂവിനെ ആ കണത്തിൽ തന്നെ പെടുത്തണം. ഒരാൾ പോലും അയ്യപ്പനെയോ ശാസ്താവിനെയോ അള്ളാഹുവിനെയോ മുഹമ്മദിനെയോ ജീസസിനെയോ ഒന്നും പറയുന്ന ഒരു വാക്ക് ഈ രാജ്യത്ത് പറയാൻ പാടില്ല. ഞങ്ങൾ ആദ്യം എതിർക്കും, അതിനെ അവരെ ബാധിക്കുന്ന എതിർക്കും. പക്ഷേ അങ്ങനെ അല്ലാതെ പറയുന്നതിനെ അതാണെന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കും. നിയമപരമായി എതിർക്കും, സാമൂഹികമായി എതിർക്കും, പൊളിറ്റിക്കലായിട്ടും എതിർക്കും. ഈ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കണം. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത പറയുന്നവരെല്ലാം തകർത്ത് കളയും, ഞങ്ങൾ ഈ ടൂൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ അത് ലാർജർ ഇഷ്യൂ ആണ്. അതാണ് ഞങ്ങൾ ഇപ്പോൾ പഠനം നടത്തുന്നത്. അതിലേക്ക് പിന്നെ എന്ത് നടപടി സ്വീകരിക്കാം എന്ന് നോക്കും. ഒരാളും ഒരു മതത്തിനെയും ആ മതത്തിൻ്റെ ഫീലിങ്ങും കർട്ടയിൽ ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. ഇത് തന്നെ ഞങ്ങളെപ്പോഴും കേസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ 2023 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒഫൻസീവായിട്ട് 153 ഒഫൻസ് എടുക്കുന്ന എന്തെങ്കിലും നടന്നാൽ അപ്പോൾ തന്നെ ക്രൈം എടുക്കണം. അതെടുക്കുന്നുമില്ല. അത് നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ നിങ്ങൾ തുറന്നു നോക്ക്, അത് ബ്ലൈറ്റൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുക, സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. അതിനൊന്നും ക്രൈം എടുക്കുന്നില്ല എന്നൊരു സൈഡിൽ, മറു സൈഡിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തു. അതിനെതിരെയുള്ള നിയമ നടപടികൾ ഞങ്ങൾ ആലോചിക്കുകയാണ്. അല്ല, അത് FIR ഒന്നും ഒരിക്കലും സസ്റ്റൈനബിൾ അല്ല. ഇത് സിംബോളിക്കായിട്ട് ഈ ഇഷ്യൂ അവർ തന്നെ കൊണ്ടുവന്നതാണല്ലോ, പോലീസ് തന്നെ കൊണ്ടുവന്നല്ലേ. ഇത് ജനം ചർച്ച ചെയ്യട്ടെ, ഇങ്ങനെയൊക്കെ ആകാമോ ഇല്ലയോ എന്നൊക്കെ ചർച്ച. ലീഗലി ഇതിനകത്തൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്കറിയാം, ലീഗലി ഒന്നുമില്ലയെന്നറിയാം. പക്ഷേ ഇത് ചെയ്യാനെടുത്ത് തീരുമാനമുണ്ടല്ലോ, അതാണ് പ്രശ്നം. ഇത് ചെയ്യാൻ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്? ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അതിനെ നേരിടുക എന്നുള്ളതാണ്. അതിനെ ലീഗലി അങ്ങനെ ഇനി സംഭവിക്കാൻ പാടില്ല. എന്നാൽ അതുപോലെ തന്നെ എപ്പോഴെങ്കിലും അയ്യപ്പനെയോ പിന്നെ യേശു ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയോ ഒക്കെ തിരസ്കരിച്ചുകൊണ്ട് ആരെടുത്താലും ആ മൊമെൻറ്റിൽ നടപടി എടുക്കുകയും വേണം. ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഒരു ബാലൻസ് ഉണ്ടാകണമല്ലോ. ഇതിനൊരു ഫ്രെയിം വർക്ക് വേണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം, കോടതികളെ സമീപിക്കാവുന്ന സ്കോപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഇതിനെ. കാരണം സുപ്രീം കോടതി പല വിഷയങ്ങളിലൊക്കെ പലതരത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പല വിഷയത്തിലൊക്കെ പല ഇൻ്റർപ്രിട്ടേഷൻ വന്നിട്ടുണ്ട്. സുപ്രീം കോടതി മറ്റേ കേസ് 2023 ജഡ്ജ്മെൻറ്റ് പറഞ്ഞ കേസ് പെൻഡിങ്ങാണ്. പല രീതിയിൽ നമുക്ക് തന്നെ എടുക്കാം. ഏത് ആംഗിൾ പോകണമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ലീഗൽ സ്റ്റെപ്പ് എങ്ങനെ എടുക്കാം. ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇത് മിഷണറി സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നു. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു, മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അത് പിന്നെ അതിനെതിരെ എന്ത് നടപടിയെടുക്കാം
എന്നതാണ് ഞാൻ സമ്മർദ്ദത്തിന് വഴിയാണ് എന്ന് പറഞ്ഞാൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ആ സമ്മർദ്ദം നടത്തിയ ആര് നടത്തി, എങ്ങനെ നടത്തിയെന്ന് ഞാൻ തെളിയിക്കേണ്ടി വരും. പോലീസ് ഒന്നുകിൽ പോലീസിന് തന്നെ വാശിക്ക് ചെയ്തു, ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തു. പോലീസിന് വ്യക്തമായിട്ട് ഏതായാലും ആ പോലീസ് ഓഫീസർക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു സാധനം വന്നാൽ, ഇങ്ങനെ ഒരു പാട്ട് സംഗീതം പാടിപ്പോയാൽ കേസെടുത്ത പോലീസ് ഓഫീസർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും. അയാൾക്കൊരു ഗ്രീവൻസ് വരാൻ ഒരു സാധ്യതയില്ല. വേറെ ആർക്കോ ഗ്രീവൻസ് വന്നിട്ടുണ്ട്, അതാരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ആ അഗ്രീവ്ഡായ പാർട്ടികൾ, ഇവിടുത്തെ ഹിന്ദു മതത്തിൽ വിശ്വാസികളായ വളരെയധികം ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അവർ പറയുന്നത് ഇതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. അവർ പറയുന്നതിനെ ഉണ്ടാക്കുന്ന ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് അങ്ങനെ ഒരു അണ്ടർസ്റ്റ് ഉണ്ടാകരുതെന്ന് അവരാഗ്രഹിക്കുമ്പോൾ ആ അണ്ടർസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ മതിയാവൂ എന്ന് കേരള സർക്കാർ തീരുമാനിച്ചാൽ എത്ര ഇറസ്പോൺസിബിളാണ്. അധികാരമൊക്കെ വരും പോവുകയൊക്കെ ചെയ്യും. ഈ നാട് വേണ്ടേ ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ഞാൻ പറയുന്നത്, രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പോകണം തീരുമാനിച്ചു. ഗവൺമെൻറ് തീരുമാനിച്ച് ഇവന്മാരെ തമ്മിലടിപ്പിച്ചേക്കാൻ തീരുമാനിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. കേസ് എടുക്കുമ്പോൾ, ഇത്തരം കേസുകൾ എടുക്കുമ്പോൾ ഒരു പാട്ട് പാടി അതിൻ്റെ ലിറിക്സ് വായിച്ച് നോക്കുക. ആ ലിറിക്സ് ഒഫെൻസീവാണോ, ഈ പറഞ്ഞ ഓഫൻസീവ് 299 353 അല്ലേ അട്രാക്റ്റ് ചെയ്യുന്ന ഓഫൻസാണോ എന്ന് നോക്കണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് നോക്കണം. അത് നോക്കിയതിന് ശേഷം ഈ ഇൻഫോർമൻ്റ് ഉണ്ടല്ലോ, ഇൻഫോർമൻ്റ് ഒരു റോളും ഇല്ല. കാരണം ഈ കണ്ടൻറ് ഇതാണ്, ഈ എഴുതിയിരിക്കുന്ന ആ ലിറിക്സാണ്. ഇൻഫോർമൻ്റ് ഒരു റോളും ഇല്ല. ഇൻഫോർമൻ്റ് പറയുന്നത് എൻ്റെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ പോലീസ് ഓഫീസർ എന്താ നോക്കേണ്ടത്? പോലീസ് ഓഫീസർ നോക്കേണ്ടത് ഈ തന്ന സംഗീതത്തിൻ്റെ ഈ ലിറിക്സിനകത്ത് എവിടെയെങ്കിലും ഈ ഓഫൻസ് അട്രാക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കുക. അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ അത് നോക്കിയിട്ടില്ല. വന്നയാളുടെ മൊഴി എടുത്തിട്ട് സാധാരണ ഒരു ചീറ്റിംഗ് കേസ് എടുക്കുന്നവർ എടുത്തിരിക്കാം. അത് ശരിയല്ല. പണി അറിയാത്തോണ്ടൊന്നുമല്ല, പണി അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പണി ചെയ്തത്. അത് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പറ്റും. അതെ, അല്ല, അവരുടെ സൗകര്യത്തിനാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്ക് ആത്മാർത്ഥതയില്ല എന്നതിൻ്റെ തെളിവാണ്. ഈ സർക്കാർ നടത്തുന്ന പത്രക്കാരെ വന്ന് വിശദമായി മണിക്കൂറുകളോളൊക്കെ സംസാരിക്കും. ഈ പറയുന്നതൊക്കെ ട്രെയിൻഡായിട്ട് ട്യൂട്ടേഡായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ ആത്മാർത്ഥയുടെ ഒരു അംശം ഉണ്ടായിരുന്നുവെങ്കിൽ, ആത്മാർത്ഥയുടെ മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ തന്നെ നോക്കിയാൽ മതി. മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു നോക്കും. ആത്മാർത്ഥയുടെ അംശമില്ല. അത് എങ്ങനെ ജനാധിപത്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ബംഗാളിൽ നമ്മൾ കണ്ടില്ലേ, ത്രിപുരയിൽ കണ്ടില്ലേ, കുറച്ച് ബാക്കി ഇവിടെ ഇല്ലേ? അതോടെ കിടന്നോട്ടെന്ന് വെക്കണ്ടേ? അതാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഇത്തരം തെറ്റുകൾ തിരുത്താൻ തയ്യാറാണ്. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇമോഷണലായിട്ട് ഒരു സെറ്റ് ബാക്ക് കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന വേദന കൊണ്ട് ചെയ്തായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കുറച്ചുകൂടി പക്വതയോടുകൂടി ഇതിനെ കാണണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ആവശ്യം വല്ലതും ഉണ്ടോ? കാരണം തിരിച്ചടി ഇല്ലായിരുന്നു എങ്കിൽ അതിന് മുമ്പേ അവർ ചെയ്യണ്ടേ? ഇലക്ഷൻ സമയത്ത് ചെയ്യണ്ടേ? അത് ചെയ്തിട്ടില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് ഇപ്പം ഇങ്ങനൊരു കാര്യം മനസ്സിൽ വന്നത്. പാർട്ടി തന്നെ പരാതിക്കാരനാകുകയാണ്. ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലുമാണ് ഇതേ കേസിൽ. പാർട്ടി നേതാക്കൾ ജയിലിലുമാണ്. പാർട്ടി നേതാക്കളെ ജയിലിലാക്കിയത് ഹൈക്കോടതി ഇടപെടലിലാണ്. ആ വിഷയം സംബന്ധിച്ചുള്ള പാട്ടാണ്. അതിലെ പാർട്ടി തന്നെ പരാതിക്കാരൻ. അപ്പോൾ എന്താ ഒഫൻസീവ് ആയത്? എന്ത് സെൻറ്റിമെൻസിനെ അഫക്റ്റ് ചെയ്തത്? പാർട്ടി സെൻറ്റിമെൻസിനെ. പാർട്ടി ഒരു മതമല്ല കേട്ടോ, അത് പാർട്ടി വേറെയാണ്, രാഷ്ട്രീയമാണ്. ഏതാ? ഞാൻ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ സംസാരിച്ചു. അവർ വന്നു, അവരുടെ ഡീറ്റെയിൽസ് തന്നു. അവർക്കതിനകത്ത് അവരുടെ വിഷമം എന്താ വെച്ചാൽ, അവരൊക്കെ കാലങ്ങളായി പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് പോലും നോക്കാം. അവരിങ്ങനെയല്ലേ, കലാകാരന്മാരൊക്കെ അങ്ങനല്ലേ, അവർക്കൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റ് ചോദിച്ചിട്ടേ പാട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എവിടെ എത്തി? ഇവരുടെ മാത്രം വിഷയമല്ല, ഇങ്ങനെയൊക്കെ ഒരു നല്ല പാട്ടുകളൊക്കെ എഴുതാനും ഒക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇനി പേടിക്കണം.
നിങ്ങളും പേടിക്കണം ചർച്ച ചെയ്യുമ്പോൾ. കാരണം ഹൈക്കോടതി വിധികളൊക്കെ പറയും. ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വൈകിട്ട് വാർത്ത കൊടുക്കുമ്പോൾ, വൈകിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ ഇരിക്കുന്ന ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടും. കാരണം ചർച്ച ചെയ്യുമ്പോൾ വല്ല പറഞ്ഞു പോയാൽ ഈ പോലീസ് ഓഫീസർ അവിടെ ഇരിപ്പുണ്ടാവേ, അദ്ദേഹത്തിനോട് വേറൊരാളെ കൊണ്ട് വിളിച്ചു വരുത്തി എൻ്റെ റിലീജിയസ് സെൻറ്റിമെൻസിനെ അഫക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പുള്ളി ഇത് നോക്കില്ല, അയാൾ പറഞ്ഞു വെച്ചിട്ട് ക്രൈം എടുക്കുകയും. അല്ല, ആ സിറ്റുവേഷൻ മാറാനുള്ള വഴി എന്താണെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മാറും, 3 മാസത്തെ കാര്യമുള്ളൂ, ഇനി മാറിക്കോളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.